നമസ്കാരം. മലയാളത്തിലെ പ്രമുഖനായ ഒരു സംവിധായകൻ വിജി തമ്പി അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തി. അതായത് മലയാളത്തിലെ ഒരു നടിക്ക് 100 കോടി രൂപയുടെ ഓഫർ വന്നത്രേ ഇസ്ലാം മതം സ്വീകരിക്കുന്നതിന് വേണ്ടി. എന്തായാലും വിജി തമ്പിയുടെ തുടർ വെളിപ്പെടുത്തലിന് വേണ്ടി കട്ട വെയിറ്റിംഗിലാണ്. കാരണം ലോകത്ത് 200 കോടിയോളം വരുന്ന ഇസ്ലാം മത വിശ്വാസികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. ഇതിലേതെങ്കിലും ഒരാൾക്കെങ്കിലും 1 രൂപയെങ്കിലും കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അവർ ഇസ്ലാം മതം സ്വീകരിച്ചത് എന്ന ഒരു വാർത്ത ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആരാണ് കൊടുക്കാൻ തയ്യാറായത്, ആർക്കാണ് ഇത്ര വലിയൊരു ഓഫർ കിട്ടിയത് എന്നുകൂടെ പറയാൻ വിജി തമ്പി തയ്യാറാകണം. ഇനി ഒരു സിനിമയിലൂടെയാണ് അത്തരമൊരു കാര്യം പറയാൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അങ്ങനെയെങ്കിലും താങ്കൾ പറയണം. അതറിയാൻ വളരെയധികം താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, 200 കോടിയോളം വരുന്ന ഇസ്ലാം മത വിശ്വാസികളുണ്ട്. ഈ ഇസ്ലാം മത വിശ്വാസികൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ടാണ് അവരുള്ളത്. അവർ ഇറാനിലുണ്ട്, അതുപോലെ തന്നെ ലെബനോനിലുണ്ട്, യമനിലുണ്ട്, ഫലസ്തീനിലുണ്ട്, അങ്ങനെ പല ഭാഗങ്ങളിലും അവരുണ്ട്. ഈ പറയപ്പെടുന്ന വിഭാഗങ്ങൾ ലെബനോനിലും അതുപോലെ തന്നെ യമനിലും ഫലസ്തീനിലും ഇറാനിലുമൊക്കെ അവർ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ആളുകളാണ്. അവർക്ക് വേണമെങ്കിൽ അവരുടെ വിശ്വാസത്തെ തള്ളിപ്പറഞ്ഞ് മറ്റേതെങ്കിലും വിശ്വാസവുമായി ബന്ധപ്പെട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായാൽ അവർക്കെതിരെയുള്ള ആക്രമണങ്ങളൊക്കെ അവസാനിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം പ്രത്യേക മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അമേരിക്കയും ഇസ്രായേലും ഒക്കെ ആക്രമണങ്ങൾ നടത്തുന്നത്. ആ മതവിഭാഗത്തിന്റെ പുരോഗമനം അവരൊരിക്കലും, അവരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഉന്നതി അവരൊരിക്കലും അതവർ അംഗീകരിക്കില്ല. അങ്ങനെ അവർ ഉയരാൻ അവരെ അനുവദിച്ചാൽ അവർ ഭീഷണിയാകുമെന്നുള്ള ഒരു ഭയമാണ് അമേരിക്കക്കും ഇസ്രായേലിനും. ആ ഭയം മാത്രമാണ് ഇവരെയൊക്കെ ആക്രമിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. അവരൊന്നും ഭൂമിയിൽ ഉണ്ടായിക്കൂടാ. ഈ മതത്തിൽ നിന്ന് പോയാൽ അവർക്കൊക്കെ വലിയ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളും ലാഭങ്ങളും ഒക്കെ ഉണ്ടാകും. അമേരിക്ക പറയുന്നിടത്ത് അമേരിക്കക്ക് വഴങ്ങിക്കൊടുത്ത് ഇറാന്റെ പ്രസിഡന്റ് ഒരു ഒപ്പുവെച്ചാൽ ഇറാൻ ഉന്നതിയിലെത്തും എന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ്. വലിയ സാമ്പത്തികമായിട്ടുള്ള ഉന്നതിയിലേക്ക് ഇറാനെ ഞങ്ങൾ എത്തിക്കും എന്നാണ് അമേരിക്ക പറഞ്ഞത്. ഇതാണ് യാഥാർത്ഥ്യം. ഈ മതത്തിൽ തുടരാൻ, ഈ മതത്തിലേക്ക് വരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇസ്ലാം കൃത്യമായി എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന ഒരു മതമാണ്. ആദം നബി ആദ്യത്തെ മനുഷ്യനാണ്. ഈ ആദം നബി മുതൽ ഇവിടെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി വരെയുള്ള ഈ പ്രവാചകന്മാരുടെ കാലയളവിൽ ഇസ്ലാം മതം ഇവിടെയുണ്ട്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആദം നബിയുടെ കാലം മുതൽക്ക് നിലനിൽക്കുന്ന സമ്പൂർണ്ണ ജീവിത പദ്ധതി എന്ന രീതിയിലാണ് വിശ്വാസികൾ ഈ മതത്തെ സ്വീകരിച്ചത്, അത്തരത്തിലൊരു വിശ്വാസത്തെ അംഗീകരിച്ചത്, ആ വിശ്വാസവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. പലപ്പോഴും ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കാൻ വലിയ വില നൽകേണ്ടി വന്നിട്ടുണ്ട്, വലിയ ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തും ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ വ്യത്യസ്തമല്ല. യുപിയിലും മറ്റുമൊക്കെ ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിച്ചതിന്റെ ഭാഗമായി, ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചതിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് പീഡനങ്ങൾ ഈ മതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അവർക്ക് അത്തരത്തിലുള്ള പീഡനങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേസമയം ഇവിടെ വിജി തമ്പി പറഞ്ഞത് ഇത്തരത്തിലുള്ള ഈ പ്രശ്നം പിടിച്ച ഈ ഒരു സംഭവത്തിലേക്ക്, ഈ ഒരു സംവിധാനത്തിലേക്ക് വരുന്നതിന് വേണ്ടി 100 കോടി രൂപയുടെ ഓഫർ വന്നു എന്നൊക്കെയുള്ള ഒരു വാർത്തയാണ് വിജി തമ്പി പ്രചരിപ്പിച്ചത്. അല്ലെങ്കിൽ അത്തരത്തിലൊരു വെളിപ്പെടുത്തലാണ് വിജി തമ്പി നടത്തിയത്. എന്തായാലും നിങ്ങൾ ആരെയാണ് ഉദ്ദേശിച്ചത്, ആരാണ് ഇത്ര വലിയ ഒരു സാമ്പത്തികമൊക്കെ ഓഫർ ചെയ്തത് എന്ന കാര്യം അതുകൂടെ കൃത്യമായി ഒന്ന് വ്യക്തമാക്കാൻ നിങ്ങൾ തയ്യാറാകണം. 200 കോടി വരുന്ന ആളുകൾക്ക് ഒരു നയാ പൈസ പോലും അവർക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിലേക്ക് വരുന്നതിന് വേണ്ടി കിട്ടിയിട്ടില്ല. ഇനി ആർക്കാണ് ഈ 100 കോടി ഓഫർ എന്നുണ്ടെങ്കിൽ അത് പറയാൻ തയ്യാറാകണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.